Next is osteoporosis. Osteoporosis എന്ന് പറഞ്ഞാൽ ബോൺസ് ഇങ്ങനെ പോറസ് ആയിട്ട് മാറും. ഇതാണ് നോർമൽ ബോൺ, ഇതാണ് ഒരു ഓസ്റ്റിയോപൊറോട്ടിക് ബോൺ എന്ന് പറയുന്നത്. നല്ല കണ്ടില്ലേ, ഒരു സ്പഞ്ചി ലുക്കാണ് ഭയങ്കരമായിട്ട്. സോ ദ സ്കെലറ്റൻ, the bone mass is decreased here and the skeleton is not able to withstand the forces, the mechanical forces. And this is the second most common skeletal disorder. And the first is arthritis. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആർത്രൈറ്റിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്കെലറ്റൽ ഡിസോർഡർ. രണ്ടാമത്തേത് ഓസ്റ്റിയോപൊറോസിസ്. അപ്പൊ ഇവിടെ ബോൺ റിസോർപ്ഷൻ ഭയങ്കരമായിട്ട് നടക്കുക. ബോണിൽ നിന്നൊക്കെ കാൽഷ്യം ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. ദാറ്റ് ബോൺ റിസോർപ്ഷൻ ഈസ് മോർ ദാൻ ബോൺ ഫോർമേഷൻ. അപ്പൊ ആ ഒരു ബാലൻസ് തെറ്റിയില്ലേ? അങ്ങനെ വരുമ്പോൾ ബോൺസ് എല്ലാം ഭയങ്കര സോഫ്റ്റ് ആൻഡ് പോറസ് ആയിട്ട് മാറുന്നു. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്ന് വയസ്സാവുന്നതാണ്, ഏജിങ് പ്രോസസ്. പിന്നെ ഫീമെയിൽസിന് ഇത് കൂടുതലാണ്. If there is a family history, of course the risk is more. Then post-menopausal, after menopause estrogen is not there, then slowly the calcium begins to leave the bone and makes the bone porous. പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി, ക്രോണിക് കാൽഷ്യം ഡെഫിഷ്യൻസി, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമുക്ക് വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് വളരെ അത്യാവശ്യമാണ് ബോൺ സ്ട്രെങ്തനിങ്. അപ്പൊ ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന് ഭക്ഷണം മാത്രം കഴിച്ച് ഇങ്ങനെ എക്സസൈസ് ഇല്ലാതെ പോകുന്നവരിൽ കാൽഷ്യം ലോസ് ഉണ്ടാവും ബോണിൽ. ആൻഡ് സ്മോൾ സ്ട്രക്ചർ, സ്മോൾ ഫ്രെയിം, സ്മോൾ സ്കെലറ്റൽ സ്ട്രക്ചർ, അതും ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നുള്ളത് ഹൈ ഫുഡ് ദാറ്റ് ഇസ് ഹൈ ഇൻ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ഇങ്ങനെ വരുമ്പം അതൊക്കെ ഫോസ്ഫറസ് റിച്ച് ഫുഡാണല്ലോ. ഫോസ്ഫറസ് കൂടിക്കഴിഞ്ഞാൽ കാൽഷ്യം കുറഞ്ഞു പോകും. സോ food that is rich in fat and animal proteins actually will reduce the calcium. അതുപോലെ chronic alcohol usage. Then excessive coffee intake, അവിടെയും ഫോസ്ഫറസ് കൂടുതൽ ശരീരത്തിൽ ഉണ്ടാവും. It depletes the calcium levels. Then after menopause, because estrogen, what it does is it helps the body to absorb calcium. അപ്പം പോസ്റ്റ് മെനോപോസൽ ആകുമ്പം ഈസ്ട്രജന്റെ ഡെഫിഷ്യൻസി അത് കാരണം നടക്കില്ല. നെക്സ്റ്റ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. അത് സ്റ്റീറോയിഡ് തെറാപ്പി ലോങ് ടേം ആയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരിൽ ഡിക്രീസസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ ബോൺ, അതുപോലെ ഇൻക്രീസസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓൾഡ് ബോൺ ആൻഡ് ഡിക്രീസസ് ദി അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ദി ഫുഡ്. അപ്പൊ ഇതെല്ലാം കൂടി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, സ്റ്റീറോയിഡ്സ് എടുക്കുന്ന ആൾക്കാരിൽ ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഓസ്റ്റിയോപൊറോസിസ് അവിടെ ദ റിസ്ക് ഫോർ ഓസ്റ്റിയോപൊറോസിസ് ഇസ് മോർ ഇൻ സച്ച് പീപ്പിൾ. പിന്നെ അലുമിനിയം കണ്ടെയ്നിങ് ആന്റാസിഡ്സ്, ബിക്കോസ് ദാറ്റ് റെഡ്യൂസസ് ദ കാൽഷ്യം ലെവൽസ് ഇൻ യുവർ ബോഡി. ദെൻ ഹോർമോണൽ ഇംബാലൻസ്, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ, ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്റിറോണും കുറയുമ്പോഴും it causes osteoporosis. Then hyperparathyroidism. ഹൈപ്പർപാരാതൈറോയിഡിസം പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. അത് ബോണിന്റെ ശരീരത്തിലെ കാൽഷ്യം ലെവൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ജോലി. അപ്പോൾ hyperparathyroidism ആകുമ്പോഴേക്കും it just simply pulls all the calcium from the bones, making the bones soft. Okay, and then malabsorption syndrome. So these are some of the reasons. Now, what are the clinical manifestations? Back pain, dull ache, body ache. അപ്പം എന്തെങ്കിലും മൂവ്മെന്റ് ഒക്കെ, ചെറിയ ചുമയോ തുമ്മലോ ഒക്കെ ആണെങ്കിൽ പെയിനാണ്. ദെൻ ഫ്രാക്ചർ റിസ്ക് കൂടുതലല്ലേ, എസ്പെഷ്യലി proximal femur, distal radius, proximal humerus, ribs, ഇവിടെയൊക്കെയാണ് ഫ്രാക്ചറിനുള്ള കോമൺ സൈറ്റ്സ്. പിന്നെ തൊറാസിക് കൈഫോസിസ്, അതിന് ഡൊവാഗേഴ്സ് ഹംപ് എന്നും പറയും, കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പം ഹൈറ്റ് കുറയും. അറൌണ്ട് 2 inches in standing height there will be a loss.
So diagnosis is by X-ray, CT, MRI and bone scan. പിന്നെ ബോൺ മിനറൽ ഡെൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാം, ഡെക്സാ സ്കാൻ ഉപയോഗിക്കാം നമുക്ക്. പിന്നെ മെഡിക്കേഷൻസ് വന്ന് ഈസ്ട്രോജൻ റീപ്ലേസ്മെന്റ്, കാൽഷ്യം സപ്ലിമെന്റേഷൻസ്. യു ക്യാൻ ഗിവ് കാൽസിറ്റോണിൻ ഓൾസോ ആസ് nasal spray. Decrease the intake of coffee, alcohol, etc. Decrease the protein intake. പിന്നെ exercises are required. Surgically, you can do a vertebroplasty or a kyphoplasty to repair it. വെർട്ടിബ്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിബ്ര കണ്ടില്ലേ, ഒരു സിമെന്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഈ ബ്രോക്കൺ വെർട്ടിബ്രൽ ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നുണ്ടോ ഓസ്റ്റിയോപൊറോസിസ് കാരണം. അപ്പൊ ഈ നമുക്ക് ആർട്ടിഫിഷ്യലി ഒരു സിമെന്റ്, ബോൺ സിമെന്റ് ഇഞ്ചെക്ട് ചെയ്യുക, ആൻഡ് ഇറ്റ് വിൽ സ്ട്രെങ്തൻ ദ വെർട്ടിബ്രൽ ബോഡി. അതുപോലെ കൈഫോപ്ലാസ്റ്റി, ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ക്യാവിറ്റി നമ്മൾ ആദ്യം ഉണ്ടാക്കും. കണ്ട, നീഡിലിട്ട് ഒരു ക്യാവിറ്റി ഉണ്ടാക്കി, ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ബോൺ സിമെന്റ് ഇഞ്ചെക്ട് ചെയ്ത് വെക്കും, സോ ദാറ്റ് ദ വെർട്ടിബ്ര ഡസ് നോട്ട് കൊളാപ്സ്.